ഹായ്. പിന്നെ നമ്മളുടെ അടുത്ത് എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു സ്ട്രാറ്റജി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, IB എക്സ്റ്റൻഷൻ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നു അവർക്ക് ആ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടും ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് അത് സക്സസ് ആവുന്നില്ല. അപ്പോൾ ഭയങ്കര സിമ്പിൾ സ്ട്രാറ്റജി, 1 hour ബ്രേക്കൗട്ട്, അത് സക്സസ് ആവുള്ള പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ജൂലൈ മന്ത് ഫുള്ളി ഞാൻ അതിൻ്റെ ഒരു ട്രേഡ് ഏകദേശം 5000 റിസ്ക് വെച്ചിട്ട് പെർ ട്രേഡിന് വെച്ചിട്ട് ഒരു ഡെയിലി അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ നമുക്ക് എഡിറ്റിങ് കുറച്ച് പ്രശ്നം വന്നായിരുന്നു, ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ നമുക്ക് ഉണ്ടായത് മാർക്കറ്റ് നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്തതിൻ്റെ ശേഷം മാർക്കറ്റ് സൈഡ് വൈസ് നിന്ന് ടാർഗറ്റ് കിട്ടിയില്ല. നമ്മൾ ഏകദേശം 2300 പ്രോഫിറ്റ് എടുത്തിട്ട് 2:35 നമ്മൾ എക്സിറ്റ് ആവുക ചെയ്ത്. അപ്പോൾ ഒന്ന് ഇനി നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഏകദേശം സമയം 9:18. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ അപ്ഡേറ്റ് ബാക്കി ലൈവ് ട്രേഡ് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. സമയം 9:21 നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ സമയം 10:15. ഓക്കെ, 15. നമ്മളതിലൊരു പൊസിഷൻ ഉണ്ട്, അത് നമ്മൾ വേറെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പൊസിഷൻ ഏകദേശം റണ്ണിങ് -450, ഏകദേശം 450 ലോസിലുണ്ട്. എന്തായാലും നമ്മൾ ഫസ്റ്റ് 1 hour മാർക്കിങ് അയ്യൊക്കെ ലോ 24,750. ഓക്കെ, നമ്മൾ 24,500 തന്നെ ഇപ്പോൾ പുട്ട് ഓപ്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ 24,500 തന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോൾ ഓപ്ഷൻ ആണെങ്കിൽ 23,900. അത് നമ്മൾ 23,900 സി നമുക്ക് ആഡ് ചെയ്യല്ലോ, അതൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിറ്റ് ബാക്കി മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ഏകദേശം 10:16. ഓക്കെ, ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എൻട്രി 150 ക്വാണ്ടിറ്റിയാണ് പൊസിഷൻ സൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 150 ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഒരു ടാർഗറ്റ് കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് 24,350. സ്റ്റോപ്പ് ലോസ് ഏകദേശം വരുന്നത് ഒരു മിനിറ്റ്, സ്റ്റോപ്പ് ലോസ് 24,206 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വരുന്നു. എന്തായാലും നമുക്ക് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്ത് കൊടുക്കുന്ന റിവേഴ്സ് ആയിട്ട് ഏകദേശം നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യല്ലേ ഏകദേശം ഏരിയത്തി നമ്മളെ സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് ടോട്ടൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിറ്റ് ആവും. നമുക്ക് നോക്കാം മാർക്കറ്റ് ഏതൊരു വരുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് 224, പൊസിഷൻ ലോസ് 4,116. പിന്നെ നമ്മളെ മറ്റേ ലോസ് 5,000. നമ്മളെ എന്താ പറയുക, നമ്മളെ റിസ്കിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം വന്നിരിക്കണം. ഇനി ബാക്കി മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കിയിട്ട് ബാക്കി നോക്കാം. ഓക്കെ, ഇവിടുന്ന് റിവേഴ്സിൽ കിട്ടുമോ അതോ ടോട്ടലി മാർക്കറ്റ് താഴെ വരുമോ നോക്കാം. ഇതുവരെയുള്ള സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ സൈഡ് വൈസ് മാർക്കറ്റ് തന്നെ. എന്തായാലും നോക്കാം.